സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ രാജൻ ചേട്ടൻ. നമ്മൾ എത്ര 20 വർഷമായിട്ട് പരിചയം കാണും? 28 വർഷമായി. 30 വർഷത്തോളമായിട്ട് ഇവിടെ നമ്മുടെ വിവേകാനന്ദ നഗറിലൊക്കെ ഈ ഏരിയയിലൊക്കെ എല്ലാവരും നല്ല ടിപ്പ് ടോപ്പായിട്ട് നടക്കുന്നത് ചേട്ടൻ്റെ കാരുണ്യം കൊണ്ടാണ്. നല്ല എല്ലാം തേച്ച് തരും. ഞങ്ങൾ കളിക്ക് പറയുന്ന അയൺ മാൻ എന്നാണ് പറയുന്നത്. അയൺ മാൻ. ഇപ്പം ചേട്ടനെ സ്ഥലം എവിടെയാണ്? കുമിളിയുടെ തല, കമ്പം എന്ന് പറയും. കമ്പം. ഓക്കെ. ഇവിടെ അല്ല, ഇവിടെ ഇതിനും ജോലിക്കായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും, വീട്ടിൽ പോവും. മക്കളും എത്ര മക്കളുണ്ട്? ഒരു മക്കളെ, ഒരു മോള്. എന്തായാലും നല്ല രീതിയിൽ ജീവിച്ച് കുടുംബമൊക്കെ നോക്കുന്നു. അപ്പോൾ ചേട്ടൻ, നമ്മുടെ ഈ പ്രായമുള്ളവരെ കരുതുന്നതിനെ പറ്റി ചേട്ടൻ്റെ അഭിപ്രായം എങ്ങനെയാണ്? നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്? ലോകത്ത് ആദ്യം നമ്മൾ കാണുന്നത് നമ്മളെ അച്ഛനെ അമ്മയാണ്. അവർ ഒരു കാലത്തും വിട്ട് പിരിയുമ്പോൾ നമുക്കൊന്നും കിട്ടത്തില്ല. എന്ത് നേടിയാലും നമ്മൾ കൈവിട്ട് പോകും. അച്ഛമ്മ ഇരിക്കുന്നത് ആർക്കും മനസ്സിലാവില്ല. അച്ഛനമ്മയെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഒന്നും കാണാതെ അവരാണ് എല്ലാം പഠിച്ചു തന്നത്. അവർ ഒരു കാലത്തും മറക്കരുത്. മറന്നു കഴിഞ്ഞാൽ നമുക്ക് പുണ്യവെള്ളം കരുതണം. ഏത് കാലത്തിലും അവർ എന്ത് ചെയ്താലും അച്ഛനമ്മയാണ് വളരുന്നത്. അതിന് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അച്ഛനമ്മയും ഒരു ദൈവം തമ്പുരാൻ അവർക്കും കാണും, നമുക്കും കാണും. അവരെ വിളിപ്പിക്കാൻ പറയാം, അവരോട് ഇരുന്ന് അവരെ വിളിപ്പിക്കുക. അപ്പോൾ നമ്മളും പഠിക്കും, നമ്മൾ കുഞ്ഞുങ്ങളും പഠിപ്പിക്കണം. ഒരു അച്ഛനമ്മയാണ് ഒരു കൊച്ചിനെ നല്ലവണ്ണം ചീത്തയാക്കുന്നത് ഒരു അച്ഛനമ്മയാണ്. അമ്മ എന്ത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു, ആ അച്ഛൻ വെളിയിൽ അവൻ നടക്കുമ്പോൾ ഇന്നാരുടെ മോനാണ് അവൻ പറയും. ഇല്ലെങ്കിൽ നാട് വിട്ട് പോകുമ്പോൾ ഇന്നാരുടെ മോൻ തറുതലയായിട്ട് ജീവിച്ചു. അത് ആരും അച്ഛനമ്മയ്ക്ക് പോകും, അത് അച്ഛനമ്മയ്ക്കാ പോകും. ആ അച്ഛനമ്മയ്ക്ക് ഒരു കാലത്ത് വേറെ ദിവസങ്ങൾ ഉണ്ടാക്കി വയ്ക്കരുത്. ഇപ്പം ചേട്ടൻ ഇവിടെയൊക്കെ വന്ന് ഇത്ര നാൾ, ഇപ്പം 30 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു അല്ലേ? അപ്പം ഇവിടങ്ങളിലുള്ള അവർ പ്രായമുള്ളവരെ നോക്കുന്നതും നിങ്ങളുടെ അവിടെ നാട്ടിൻപുറമല്ലേ, കമ്പം? എങ്ങനെ ഇത് ഒരുപോലെയാണോ അതോ വ്യത്യസ്തമായ രീതിയിൽ? വ്യത്യാസമുണ്ട്. ഇവിടെ ഉള്ളവർ അച്ഛനെ കാണുമ്പോൾ ഒരു തുണിക്ക് ഞാൻ പളവിടും കയറിയാണ്. അച്ഛനമ്മയെ കാണുമ്പോൾ ഒരു തല്ലി നിർത്തി വെച്ചിട്ടാണ് അവർ ഒരു തടക്ക പോലെയാണ് നോക്കുന്നത്. നമ്മുടെ അച്ഛനാണ് നമ്മുടെ സ്നേഹത്തിലോ പരമോളം അവർക്ക് ആ സ്നേഹം കിട്ടുമ്പോൾ മരിക്കുമ്പോൾ കണ്ണടയുമ്പോൾ എൻ്റെ മോ എന്നെ സ്നേഹിച്ചു. എൻ്റെ അപ്പം മരിക്കുമ്പോൾ ഞാൻ അച്ഛനോട് വഴക്ക് കൂടിയിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് എന്നെങ്കിലും അച്ഛൻ്റെ മരണം എൻ്റെ കയ്യിലാന്ന് പറഞ്ഞു. അത് നടന്നു. പുള്ളി കൈയും പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ലല്ലോ, എന്നാലും എനിക്ക് അച്ഛൻ വേണം ആന്ന് പറഞ്ഞപ്പോൾ പുള്ളി കിടന്ന് കറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി. അന്ന് നാം കളിവാക്കിൽ പറഞ്ഞു, എന്നെങ്കിലും അച്ഛൻ്റെ മരണം ഇന്ന് കണ്ട എൻ്റെ കൈക്ക് തന്നെ മരണം, നീ പോവുക. ഞാൻ എനിക്ക് ചിരിക്കുമുണ്ട് കളിയുമുണ്ട്. ഞാൻ അന്ന് തമാശയായിട്ട് പറഞ്ഞു, അത് കാര്യമായിട്ട് എടുക്കുക. ദൈവത്തിന് എത്ര ജന്മം എടുത്താലും എൻ്റെ അച്ഛൻ വകുത്തിൽ തന്നെ ഞാൻ ജനിക്കുന്നു. എനിക്ക് തമിഴ് അറിഞ്ഞൂടാ, എന്നാലും ചേട്ടൻ തമിഴ് അവിടുന്ന് തമിഴ് വളർന്നതല്ലേ? അപ്പോൾ ഈ തമിഴിൽ എങ്ങനെയാണ് ഇത് പ്രായമുള്ളവരെ കരുതുന്നത്? അപ്പ അമ്മാവും ഒരു കാലത്തും யாருக்கும் தள்ளி ஒரு அച്ഛன் அம்மையும் இல்லைன்னு தள்ளி சொல்கிறது சொல்லியா அவரோட சொல்லக்கூடாது சொன்னாச்சுன்னா அவனுக்கு ரொம்ப கஷ்டம். தரித்திரங்களை வாங்கி வைக்கணும். அவரும் எப்போ നോക്കിയാൽ എൻ്റെ മകൻ ഇങ്ങനെ വിട്ടിട്ട് പോയി, എൻ്റെ മകൻ ഇല്ലാതാക്കി, ഏൻ മകൻ എന്നെ വിട്ടിട്ട് പോയിട്ടാ, ഏൻ പിള്ളേ എന്നെ വിട്ടിട്ട് പോയിട്ടാ. രാത്രി മഴ അവർക്ക് കരഞ്ഞ് നമുക്ക് ദോഷങ്ങൾ വലിയ കടങ്ങാറ കയറ്റി വിടും. അതിനെക്കാട്ടിലും വെരി ബിഗ് താങ്ക് യു. ഞാൻ പലരോടും ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് ഒന്നും അറിഞ്ഞൂടാ, ഞാൻ എങ്ങനെ പറയും. ഇപ്പം ചേട്ടനോട് ചോദിച്ചപ്പം എത്ര നേരം വേണമെങ്കിലും നമുക്ക് സംസാരിക്കുക. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. പ്രായമുള്ളവരെ കരുതുന്നു. അച്ഛനമ്മയിലൊന്നും ഈ ലോകം കാണിച്ചു, അതാണ് പറയുന്നത്. അച്ഛനും അമ്മയും ഇല്ലാതെ നമുക്ക് ലോകമില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ കരുതണം. അതെ, കർത്താവിനും ബഹുമാനിക്കണം. ദൈവം തമ്പുരാണ് അവരെ കൊണ്ടുവന്നത്, അവരാണ് നമ്മളെ കൊണ്ടുവന്നത്. അച്ഛനമ്മ നമ്മൾ തിരിച്ച് കാണപ്പെട്ട ദൈവങ്ങളാണ്, എല്ലാം കാണപ്പെട്ട ദൈവം. കർത്താവായാലും നമ്മൾ അവർക്ക് പുണ്യം തന്ന് എനിക്ക് തന്നിട്ടുണ്ട്, എൻ്റെ മക്കൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. ഇത് വാളയടി അങ്ങ് പൊക്കോണ്ടിരിക്കുക. അതിന് ഒരു തടസ്സമില്ലാതെ നീക്കി തരാനുള്ള കർത്താവിൻ്റെ കടപ്പാട് നമ്മുടെ മാതാപിതാക്കൾ വഴിയാണ്. അപ്പോൾ അവരെ ബഹുമാനിക്കുകയും കരുതുകയും വേണം. ഒவ்வொரு മക്കൾക്കും അതിൻ്റെ ഒരു ക്ഷീണങ്ങളുണ്ട്. ആ ക്ഷീണങ്ങൾ ഒരു കാലത്തിൽ ഒരാൾ തെറ്റിദ്ധാരണ ചെയ്ത് അവരെ തെറ്റിദ്ധാരണയോട് കാണരുത്. അവൻ്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുക. അവൻ എന്താണ് അവൻ്റെ കുടുംബത്തിൽ മനസ്സിലാക്കിയിട്ട് വേണ്ടി സംസാരിക്കണം. ഒന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ശരിയാവൂടെ പോ എന്ന് പറയുമ്പോൾ ശരിയാവും. ഒരു ബഹുമാനത്തോട് പറയാനുള്ള വാക്കുകൾ, അല്ലാതെ വേറെ ഒന്നും കൊടുക്കണ്ട. ഒരാൾക്ക് കൊടുത്ത് എത്ര കൊടുത്താലും ശരിയാകത്തില്ല. നല്ല വാക്ക് കൊടുക്കുമ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് അങ്ങ് പോകും. നീ പോ, അത് നമ്മളെല്ലാവരും കരുതണം എന്നുള്ളതാണ് അതിൻ്റെ. ഓക്കെ, അതാണ് ചേട്ടനെ നമ്മൾ ലോകം ചുറ്റി നടന്ന്, അല്ലെങ്കിൽ ഈ നാടുകളെല്ലാം കറങ്ങി നടന്ന് എല്ലാ കാര്യങ്ങളും ഒത്തിരി പഠിച്ചിട്ടുണ്ട്. എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം നമുക്ക് അതിനെപ്പറ്റി. എന്തായാലും കൊള്ളാം. താങ്ക് യു.